ശ്രീമദ് ഭാഗവതം കീ. ഹരേ കൃഷ്ണ. ആദ്യമായി ദേവിയുടെ തൃപ്പാദങ്ങളിൽ നമ്മുടെ വിനീതമായ പ്രണാമം. പിന്നെ ഇന്ന് ഈ സദസ്സിനെ അനുഗ്രഹിക്കാനായിട്ട് സ്വാമിജി എത്തിയിട്ടുണ്ട്. സ്വാമിജിയുടെ തൃപ്പാദങ്ങളിലും നമ്മുടെ വിനീതമായ പ്രണാമം. കൂടിയിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഭാഗവതം 4-ാം ദിവസമാണ് ഇന്ന് അനേകം അവതാരങ്ങളുടെ വിവരണം ഉണ്ട്. ഇന്നത്തെ ദിവസം ഒരുപാട് അവതാരങ്ങൾ പാരായണം ചെയ്യും. ശ്രീമദ് ഭാഗവതത്തിൽ ഓരോ അധ്യായത്തിലും എന്തെങ്കിലും ഒരു ഗുണപാഠം ഒളിച്ചിരിക്കും. നമ്മൾ ഈ സപ്താഹം കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോൾ വീട്ടിലേക്ക് എന്തു കൊണ്ടുപോകുന്നു, എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുന്ന രീതിക്ക് എന്താണ് ഞാൻ മനസ്സിലാക്കിയത്, അതിന് പ്രാധാന്യം കൂടുതലാണ്. സപ്താഹം എങ്ങനെ ഉണ്ടായിരുന്നു? ഗംഭീരമായിട്ടുണ്ട്. പ്രഭാഷണം എങ്ങനെ? ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? എന്തൊക്കെയോ പറഞ്ഞു. അതുകൊണ്ട് പ്രയോജനമില്ല. അതായത് നമ്മൾ പാവയ്ക്ക കാശിക്ക് പോയതുപോലെ എല്ലാവരും കാശിക്ക് പോകുന്നുണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഒരു സുപ്രഭാതത്തിൽ പാവയ്ക്കയും കാശിക്ക് പോയി. അതവിടെ ചെന്ന് ഗംഗാസ്നാനം ചെയ്തു, ക്ഷേത്ര ദർശനം നടത്തി, എല്ലാം ചെയ്തു. വീട്ടിൽ വന്ന് മുറിച്ചപ്പോൾ അതിൻ്റെ കയപ്പ് മാറിയില്ലേ? മാറിയില്ല. അതേപോലെ ഇതുപോലത്തെ ആധ്യാത്മിക പരിപാടികളിലെല്ലാം പങ്കെടുത്തിട്ട് നമുക്ക് യാതൊരു മാറ്റവും ഇല്ലെങ്കിൽ പ്രയോജനമില്ല. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാ നമുക്ക് കൊണ്ടുപോകാനും ജീവിതത്തിൽ പരിശീലിക്കാനും എന്തൊക്കെ പാഠം ഒളിച്ചിരിക്കുന്നു, അത് മനസ്സിലാക്കിയിട്ട് അതിൽ 1-2 ജീവിതത്തിൽ പകർത്തുക. ചിലപ്പം പരാജയപ്പെടും, ചിലപ്പം വിജയിക്കും, അത് വിഷയമല്ല. പക്ഷെ നമ്മൾ ഇതെല്ലാം ജീവിതത്തിൽ പ്രാബല്യമാക്കുമ്പോൾ തീർച്ചയായിട്ടും കുറേ കഴിയുമ്പോൾ നമുക്ക് നല്ല മാറ്റം ഉണ്ടാകും. അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് ഗജേന്ദ്ര മോക്ഷം, അതാണ് ഇവിടെ വിവരിക്കാൻ പോകുന്നത്. ഈ ഗജേന്ദ്ര മോക്ഷം മനസ്സിലാക്കുന്നതിന് മുമ്പേ പത്മപുരാണത്തിൽ ഗജേന്ദ്രന്റെ പൂർവജന്മത്തിനെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. ഗജേന്ദ്രൻ പൂർവജന്മത്തിൽ ഇന്ദ്രദ്യുമ്നൻ എന്ന രാജാവായിരുന്നു. എന്താ പേര്? ഇന്ദ്രദ്യുമ്നൻ എന്ന മഹാരാജാവായിരുന്നു. അതായത് ഈ ഇന്ദ്രദ്യുമ്ന മഹാരാജാവ് ഒരിക്കലും മനസ്സിലാക്കി, പുറമല്ല കാര്യം, അകമാണ് എന്ന് മനസ്സിലാക്കി. അതായത് ഒരു മുളയും ആലും ഒരുമിച്ച് നട്ടുവെച്ചു. ആലിൽ 2-ാമത്തെ ദിവസം ഇലയുണ്ടായി വളർന്നു. ഒരു 4 മാസമായപ്പോൾ പെട്ടെന്ന് വളർന്നു. മുള 4 കൊല്ലമായിട്ട് ഉണങ്ങുന്നുമില്ല, വളരുന്നുമില്ല, മുളയ്ക്ക് ഒരു മാറ്റവും ഇല്ല. പിന്നെ 4 കൊല്ലം കഴിഞ്ഞിട്ട് മുളയിൽ 2 ഇല വന്നു. ടിങ്. അത് കഴിഞ്ഞ് മുള നേരെ വളരാൻ തുടങ്ങി. പിന്നെ വർഷങ്ങൾ കഴിഞ്ഞു, ആല് പടർന്ന് പന്തളിച്ചിരിക്കുന്നു, മുളയും അങ്ങനെ വളർന്നിരിക്കുന്നു. ഒരു ദിവസം കൊടുങ്കാറ്റടിച്ചു. ഈ മുളയ്ക്ക് എന്ത് സംഭവിച്ചു? അത് വളഞ്ഞ് നിലത്ത് തൊട്ട് വീണ്ടും എണീറ്റ് അങ്ങനെ തന്നെ നിന്നു. പക്ഷെ ആലിന് എന്ത് സംഭവിച്ചു? വേരോടെ കൊടുങ്കാറ്റ് അതിനെ പിഴുത് മറച്ചിട്ടു. അപ്പോൾ ഈ 2 മരങ്ങളിൽ ഏതാണ് വളരെ ദൃഢമായി വളർന്നത്? ആലാണോ മുളയാണോ? മുള. അപ്പൊ ആദ്യത്തെ 4 വർഷം ആല് ഇലകളൊക്കെ വിട്ടിങ്ങനെ പടർന്ന് വളർന്നുകൊണ്ടിരിക്കുക. മുള എന്താ ചെയ്തത്? ഭൂമിയുടെ അടിയിൽ വേര് വളർന്നുകൊണ്ടിരിക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ
ബാഹ്യമായി കാണുന്നതിലല്ല കാര്യം. ചിലപ്പോൾ നമ്മൾ നല്ല വസ്ത്രമെല്ലാം ധരിച്ച് നല്ല അലങ്കാരമെല്ലാം ചെയ്ത് കാണാൻ സുന്ദരൻ സുന്ദരിയായിട്ട് വിലപിടിപ്പുള്ള ആഭരണങ്ങളും അടയാളങ്ങളെല്ലാം അണിഞ്ഞ്, എനിക്ക് ചിലരൊക്കെ അറിയാം നല്ല വിലപിടിപ്പുള്ള വാച്ച് കെട്ടിക്കൊണ്ടിരിക്കും, ഓടത്തില്ല. അങ്ങനെയുള്ളവരെ അറിയാമോ? ഈ വാച്ച് എന്തിനാ കെട്ടണേ? സമയം നോക്കാൻ. കൂടിയ വാച്ചാ കെട്ടുന്നത്, പക്ഷെ അത് പ്രവർത്തിക്കത്തില്ല. എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ബാഹ്യമായി ഇത്ര അലങ്കാരം ചെയ്ത് ഇതെല്ലാം ചെയ്ത് ജീവിതത്തിൽ ഒരു ചെറിയ വിഷമം വന്നാലും മതി, പോയി എല്ലാം. അവര് ഡിപ്രസ്സായി, ചുറ്റിയുള്ളവരെല്ലാം പിടിച്ച് ഡിപ്രഷനിലാക്കി ആകെ ഒരു ദുഃഖ അവസ്ഥയിലേക്ക് വരും. അങ്ങനെ ഉള്ളവരുണ്ടോ ഇവിടെ? ആരുമില്ല. എല്ലാവരും സന്തോഷവാന്മാർ. വെളിയിലുള്ള അലങ്കാരത്തിൽ ഒരു കാര്യവും ഇല്ല. അപ്രാണസേവഹി ദേഹസ്യ മണ്ഡനം ലോകരഞ്ജനം. തമിഴ്നാട്ടിൽ മരണം കണ്ടിട്ടുണ്ടോ? മരിച്ചു കഴിഞ്ഞാൽ നല്ല ഒരു ഈസി ചെയറിലൊക്കെ പിടിച്ചിരുത്തി കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് കൊടുത്ത് നെറ്റിയിൽ ഒരു കോയിനൊക്കെ ഒട്ടിച്ച് വെച്ച് കണ്ടിട്ടുണ്ടോ? ഇല്ലേ? ജീവനോടെ ഉള്ളപ്പോൾ വെള്ളം പോലും കൊടുത്തിട്ടില്ല. മരിച്ചപ്പോൾ ഇതെല്ലാം ചെയ്തു. അപ്രാണസേവഹി ദേഹസ്യ. ശരീരം, പ്രാണൻ പോയ ശരീരത്തിനെ അലങ്കരിച്ചിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഉള്ളപ്പോൾ ഒന്നും ശ്രദ്ധിച്ചതും ഇല്ല. പ്രാണൻ പോയതിന് ശേഷം അലങ്കാരവും ആഡംബരവും ഉത്സവവും ഒരു അർത്ഥവുമില്ല. ഉപനിഷത്തിൽ നല്ല ഒരു ഉദാഹരണമുണ്ട്. ഒരു മാനുണ്ടായിരുന്നു. ഈ മാനിന് ഇതിൻ്റെ കൊമ്പ് അത് ഇത്ര നേരം കുഴപ്പമില്ലായിരുന്നു. എല്ലാവർക്കും കേൾക്കാമോ വ്യക്തമായിട്ട്? അത് ശരി. ഈ കല്യാണത്തിന് കൊട്ടുകാരുണ്ടാവും, കണ്ടിട്ടുണ്ടോ? നാദസ്വരം ഇതൊക്കെ വായിക്കും, ഒരു കുഴപ്പമില്ല. എന്നാൽ അവരെ ശ്രദ്ധിക്കാൻ വേണ്ടി 2 കൊട്ടങ്ങ് എക്സ്ട്രാ കൊടുക്കും. ഈ നാദസ്വരം വായിക്കുന്നവർ അതിന് ഒരു കുഴപ്പമില്ല. എന്നാലും പി 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 എന്ന് ആദ്യം അങ്ങ് ടെസ്റ്റ് ചെയ്യും. പോയാ എവിടെ നിർത്തി? മാൻ. ഈ വലിയ കൊമ്പുള്ള മാന് കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ ശാഖകളും ഉപശാഖകളുമായിട്ട് തലയിൽ കിരീടം വെച്ചതുപോലെ വലിയ കൊമ്പുള്ള മാനം. സ്റ്റാഗ്. മലയാളത്തിൽ എന്ത് പറയുന്നതിന്? വലിയ കൊമ്പുള്ള ഖലമാൻ, സ്റ്റാഗ്. ഇത് ഒരു ദിവസം നദിയിൽ വെള്ളം കുടിക്കാൻ പോയപ്പോൾ തൻ്റെ നിഴലിനെ, തൻ്റെ രൂപത്തിനെ അത് വെള്ളത്തിൽ കണ്ടു. എന്ത് സൗന്ദര്യമാണ്! തലയിലങ്ങ് കിരീടം വെച്ചതുപോലെ കൊമ്പ് ശാഖകളും ഉപശാഖകളുമായിട്ട് അങ്ങനെ വലിയ സന്തോഷം തോന്നി. പിന്നെ അതിൻ്റെ കാലിനെ നിഴലിൽ നോക്കി, ഈർക്കല് പോലെ ഇരിക്കുന്നു. ഇഷ്ടപ്പെട്ടില്ല മാനിന്, സ്വന്തം കാല് ഇഷ്ടപ്പെട്ടില്ല. നമ്മുടെ കൂട്ടത്തിലുള്ളവരും ഒരുപാട് പേരുണ്ട്. അവർക്ക് വീട്ടിൽ വെച്ച പേരിഷ്ടമല്ല, കുറേ കാര്യങ്ങൾ ഇഷ്ടമല്ല. ഈ മാനിന് കൊമ്പിനെ ഇഷ്ടപ്പെട്ടു. എന്ത് ഇഷ്ടപ്പെട്ടില്ല? കാലുകളെ ഇഷ്ടപ്പെട്ടില്ല. പെട്ടെന്ന് ഒരു സിംഹം ഗർജിക്കുന്ന ശബ്ദം കേട്ടു. മാന് ഭയന്ന് ഓടി. തൊട്ടു പുറകെ ഒരു സിംഹം അതിനെ പിടിക്കാനായിട്ട് വരുന്നു. മാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കാടുകളുടെ ഇടയ്ക്കും വള്ളിച്ചെടി എല്ലാം രക്ഷപ്പെടാൻ ജീവനും കൊണ്ട് ഓടുക. അപ്പോൾ ആലിൽ വളർന്ന ഈ ആലിൻ്റെ വേരുകൾ വരുമല്ലോ, വിഴുതുകൾ, ഇതെല്ലാം താഴോട്ട് വളർന്ന് ഈ മാൻ അതിൻ്റെ ഇടയിൽ കൂടെ ഓടിയപ്പോൾ അതെല്ലാം കൂടെ കൊമ്പിൽ കയറി കോർത്ത് കുരുങ്ങി. സിംഹം വന്നു, മാനിനെ കൊന്നു. മാൻ കൊമ്പിൽ അഹങ്കരിച്ചു, കാലിനെ പുച്ഛമായി കണ്ടു. യഥാർത്ഥത്തിൽ ആ മാനിനെ കൊന്നതേതാ? കാലോ? കൊമ്പുകൾ. കാല് രക്ഷിക്കാൻ ശ്രമിച്ചു. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ മൂല്യമല്ല എന്ന് ഒതുക്കിയ സാധനങ്ങളായിരിക്കും നമ്മളെ രക്ഷിക്കുന്നത്. അത് വേണം, ഇത് വേണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ചേർത്ത് വെച്ചതെല്ലാം ചിലപ്പം നമ്മുടെ അധപ്പതനത്തിന് കാരണമാണ്. ഏതാണ് ശരി,
ഏതാണ് തെറ്റ് എന്ന് തിരിച്ചറിയാൻ സാധിക്കണം. ബാഹ്യമായുള്ള വളർച്ച കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഉള്ളിൽ, ഹൃദയത്തിൽ അവൻ എത്ര ദൃഢമായിരിക്കുന്നു, എത്ര ധൈര്യത്തോടിരിക്കുന്നു, പരീക്ഷണങ്ങളൊക്കെ വരുമ്പോൾ എങ്ങനെ നേരിടുന്നു, മനസ്സിനെ എങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നു, അതിലാണ് കാര്യം. ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ? എത്ര പേര് സമ്മതിക്കുന്നു? ഏകദേശം ഇതുപോലത്തെ ഒരു പാഠമാണ് ഗജേന്ദ്രമോക്ഷം. പൂർവജന്മത്തിൽ ഇന്ദ്രദ്യുമ്നൻ എന്ന രാജാവായിരുന്നു. ഈ ബാഹ്യമായി കാണുന്ന ആഡംബരവും വസ്തുക്കളും ഇതെല്ലാം വലിയ പ്രയോജനമല്ല. യഥാർത്ഥ സമ്പത്ത് എന്ന് പറയുമ്പോൾ ആത്മജ്ഞാനം, ആത്മതത്വം, എന്നെക്കുറിച്ച് ഞാൻ അറിയണം. നോക്കിക്കോളൂ, ഒരു വിചിത്രമായ സൃഷ്ടിയായി കണ്ണുകൾ എന്ന് പറയുന്നത്. ദൈവം കണ്ണാടി എന്ന ഒരു സാധനം ഉണ്ടാക്കിയില്ലെങ്കിൽ നമുക്കാർക്കും തന്നെ നമ്മളെങ്ങനെ ഉണ്ടാവുമെന്ന് തിരിച്ചറിയാൻ പറ്റില്ല, ഇല്ലേ? ലോകത്തിനെ എല്ലാവരെയും കാണാൻ സാധിക്കുന്ന കണ്ണുകൾക്ക്, എല്ലാവരെ കുറ്റവും കൃത്യം പറയാൻ പറ്റുന്ന കണ്ണുകൾക്ക് എന്നെ സ്വയം കാണാൻ പറ്റില്ല, അല്ലേ? ഞാൻ ബ്രഹ്മാവായി സൃഷ്ടിച്ചിരുന്നെങ്കിൽ ഒന്ന് ഫ്രണ്ടിൽ ഒന്ന് ബാക്കിൽ വയ്ക്കുമായിരുന്നു. കാരണം നമ്മളെ കാണുന്നില്ല. ഞാൻ എങ്ങനെ ഉണ്ടാവും എനിക്കറിയില്ല. കണ്ണാടി എന്ന ഒരു സാധനം ഇല്ലായിരുന്നെങ്കിൽ നമ്മളൊക്കെ എങ്ങനെ ഇരിക്കും നമുക്കെല്ലാം ഒരു പിടിത്തവും ഇല്ല. എന്നാൽ എല്ലാവരും അവൻ കറുത്തിരിക്കുന്നു, ഇവൻ വെളുത്തിരിക്കുന്നു, എൻ്റെ കയ്യിൽ പൈസ ഉണ്ട്, അവൻ്റെ കയ്യിൽ ഒന്നുമില്ല, കുറ്റം പറയാൻ സാധിക്കും. ഒരു ദിവസം ഇതിനെയൊക്കെ ഒന്ന് അടച്ചിട്ട്, ഈ 3 കുരങ്ങന്മാരെ ചിത്രം കണ്ടിട്ടുണ്ടോ? അതുപോലെ ഇതൊക്കെ ഒന്ന് അടച്ചിട്ട് ഞാൻ എൻ്റെ ഗുണം, എൻ്റെ ദോഷം ഇത് തിരിച്ചറിയുന്നതാ ആത്മതത്വം. ഇത് ഈ രാജാവ് മനസ്സിലാക്കി. ഏത് രാജാവ്? ഇന്ദ്രദ്യുമ്നൻ. അങ്ങനെ രാജ്യമെല്ലാം ഉപേക്ഷിച്ചിട്ട് ഇന്ദ്രദ്യുമ്ന രാജാവ് വനത്തിൽ ചെന്ന് ഹൃദയത്തിലുള്ള പരമാത്മാവിൻ്റെ മീതെ ധ്യാനം ചെയ്യാൻ തുടങ്ങി. ഇന്ദ്രിയങ്ങളെല്ലാം നിയന്ത്രിച്ച് മനസ്സിനെ ഏകാഗ്രതമാക്കിക്കൊണ്ട് ഹൃദയത്തിലുള്ള പരമാത്മാവിനെ ധ്യാനിക്കുന്നു. ആ സമയത്ത് അവിടെ ഒരു അഗസ്ത്യൻ എന്ന മഹാഋഷി വരുന്നു. അഗസ്ത്യ ഋഷി. ഈ അഗസ്ത്യ ഋഷിക്ക് 10,000 ശിഷ്യഗണങ്ങളാണ്. സാധാരണ ആളല്ല അഗസ്ത്യൻ. അഗസ്ത്യാർകൂടം, അഗസ്ത്യമല കേട്ടിട്ടുണ്ടോ? തെക്കൻ ഭാരതത്തിൽ കന്യാകുമാരി ജില്ലയിലാണ് ഉള്ളത് അഗസ്ത്യമല. എന്താ അവിടുത്തെ പ്രത്യേകത? ശിവപാർവതി കല്യാണം കേദാർനാഥിൽ ത്രിയുഗി നാരായണ ക്ഷേത്രത്തിൽ ശിവപാർവതി വിവാഹം നടന്നപ്പോൾ ഭൂമിയിലുള്ള സമസ്ത രാജാക്കന്മാർ, ഋഷിവര്യന്മാർ, മുനീശ്വരന്മാർ, എല്ലാ ഉയർന്ന ആൾക്കാരും അവിടെ പോയി. ഭൂമിയിൽ ആരുമില്ല. എല്ലാ സജ്ജനങ്ങളും ആ വിവാഹത്തിന് പങ്കെടുക്കാൻ പോയി. ഉടനെ മഹാദേവൻ അഗസ്ത്യനെ വിളിച്ചിട്ട് പറഞ്ഞു, എല്ലാവരും വടക്ക് ദിശയിൽ വരുമ്പോൾ ഈ ഭൂമിയുടെ ബാലൻസ് ചെയ്യാൻ ആരെങ്കിലും വേണം. നീ മാത്രം എൻ്റെ കല്യാണത്തിന് വരണ്ട, എൻ്റെ വിവാഹത്തിന് വരണ്ട. തെക്ക് ദിശയിൽ ചെന്ന് തപസ്യ നിൽക്കാൻ പറഞ്ഞു. ആരെടുത്ത്? അഗസ്ത്യൻ തെക്ക് വശത്ത് ചെന്ന് തപസ്യ നിൽക്കുകയും ഈ ഭൂമിയുടെ ചലനം തന്നെ നിയന്ത്രിച്ച ഒരു ഭയങ്കര ശക്തിമാനാണ്, മഹാകഴിവുള്ള വ്യക്തിയാണ്. ആര്? അഗസ്ത്യൻ. ആ അഗസ്ത്യ മഹർഷി 1000ഉം 10,000 ശിഷ്യഗണങ്ങളായിട്ട് വരുന്നു. അവിടെ വഴിയെ ഇന്ദ്രദ്യുമ്ന രാജൻ കണ്ണും ഇന്ദ്രിയങ്ങളും മനസ്സും എല്ലാം നിയന്ത്രിച്ച് ധ്യാനത്തിലിരിക്കുന്നു. അഗസ്ത്യർ വിചാരിച്ചു, ഇന്നലെ വരെ രാജ്യഭോഗം, സുഖഭോഗം അനുഭവിച്ച രാജാവ് ഒരു സുപ്രഭാതത്തിൽ വലിയ ഋഷിയായോ? അഹങ്കാരം. എന്നെ കണ്ടിട്ടും കാണാത്ത പോലെ ഇരിക്കാൻ. ഹേ ഇന്ദ്രദ്യുമ്ന, നീ ഒരു ആനയായി ജനിക്കും എന്ന് ശപിച്ചു. ഇന്ദ്രദ്യുമ്നൻ തെറ്റ് ചെയ്തോ? ചെയ്തില്ല. നമ്മുടെ ജീവിതത്തിൽ തെറ്റ് ചെയ്യാതെ ചീത്തപ്പേര്, ദുഷ്പേര് കേട്ട അനുഭവം ആർക്കെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും ഉണ്ടോ? അത് ശരി. നമ്മളവിടെ പ്രതികരിക്കും. സ്വാഭാവികമായിട്ടും നമ്മൾ പ്രതികരിക്കും. പക്ഷെ ഈ കഥയിൽ നിന്ന് അറിയാം, ശാപം കേട്ടാണ് ഇന്ദ്രദ്യുമ്നൻ കണ്ണു തുറക്കുന്നത്. ഒരു ക്ഷണം ആലോചിച്ചു, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? എന്നാൽ ശപിച്ച ആളും സാധാരണക്കാരനല്ല.
അദ്ദേഹം ഒരു ഉയർന്ന മനുഷ്യനാണ്, അദ്ദേഹം തെറ്റ് ചെയ്യുന്ന ആളല്ല, ഞാനും തെറ്റ് ചെയ്തിട്ടില്ല. എന്നിട്ട് എന്തിനാ ശാപം? വളരെ ഗഹനമായി ആലോചിച്ചു. ആര്? ഇന്ദ്രദ്യുമ്നൻ. 2 ഉത്തരം കിട്ടി. എന്താണ് 2 ഉത്തരം? ഒന്ന്, ഇത് എൻ്റെ കർമ്മഫലമായിരിക്കും, അല്ലെങ്കിൽ ഈശ്വരൻ്റെ നിശ്ചയമായിരിക്കും. ഇത് രണ്ടുമല്ലാതെ വേറെ ഒന്നും സംഭവിക്കില്ല. കർമ്മഫലം. കർമാണി നിർദഹതി കിന്തു ച ഭക്തിഭാജാം ഗോവിന്ദമാദി പുരുഷം തമഹം ഭജാമി. കർമ്മത്തിനെ കത്തിക്കാൻ ഭക്തിക്ക് മാത്രമേ സാധിക്കുള്ളൂ, അല്ലാതെ ആർക്കും കർമ്മഫലത്തിനെ കത്തിക്കാൻ സാധിക്കില്ല. ഞാൻ ഇന്നലെ ഒരുപാട് ഉദാഹരണം പറഞ്ഞു. അമ്പലത്തിൽ ചെന്ന് ചെരുപ്പ് മോഷ്ടിച്ചാൽ എന്തായി ജനിക്കും? ചെമ്മരിയാടായി ജനിക്കും. കണ്ടിട്ട് നമ്മുടെ കർത്തവ്യം ചെയ്യാതെ കണ്ടിട്ട് കാണാതെ പോയാൽ എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും? കാഴ്ചയിൽ കുറച്ച് നഷ്ടപ്പെടും. മരണസമയത്ത് മീന് കഴിച്ചാൽ കൊള്ളാമെന്ന് ചിന്തിച്ച് മരിച്ചാൽ എന്ത് സംഭവിക്കും? മീനായിട്ടല്ല, പൊന്മാനായി, കിങ്ഫിഷറായി ജനിക്കും. യം യം വാപി സ്മരൺ ഭാവം ത്യജത് അന്തേ കളേവരം അർജുന. മരണവേളയിൽ നീ എന്തായി ചിന്തിക്കുന്നോ അതായി തന്നെ ജന്മമെടുക്കും. ഭരതചക്രവർത്തി മാനിനെ ഓർത്ത് മരിച്ചത് കൊണ്ട് മാനായി ജനിക്കേണ്ടി വന്നു. നമ്മുടെ കാര്യമൊക്കെ ഒരു പിടിത്തോ ഇല്ല എന്നാണ് അല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോ ഈ ഇന്ദ്രദ്യുമ്നൻ വിചാരിക്കുക, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? എന്തെങ്കിലും കർമ്മഫലം ഉണ്ടാകും, അല്ലെങ്കിൽ നല്ല കാര്യത്തിന് ഇറങ്ങിത്തിരിച്ച എനിക്ക് ആനയായി ജനിക്കേണ്ട ശാപം കർമ്മഫലമായിരിക്കും. ഇനി അത് കർമ്മഫലമാണെങ്കിൽ അത് അനുഭവിച്ചങ്ങ് തീർക്കുക. അപ്പോ അഗസ്ത്യ മഹർഷി ശപിച്ചത് നല്ലതിനാ. നമ്മൾക്ക് നടക്കുന്ന എല്ലാ നന്മ, ഇതുവരെ നിങ്ങൾ ഉറങ്ങിയിരുന്നാലും കുഴപ്പമില്ല, ഇനി ഒരു 2 മിനിറ്റ് ഉറങ്ങാതിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന സർവത്ര കാര്യങ്ങൾക്കും 2 കാരണമുണ്ട്. സർവകാരണ കാരണം. ഇപ്പോ എണീറ്റ് നിന്ന്, എന്താ പേര്? ശ്രീഹരി. ഓക്കെ, നമ്മളൊരു ഉദാഹരണം, ശ്രീഹരിക്ക് വിവാഹം കഴിഞ്ഞു എന്ന് സങ്കല്പിക്കാം. കൈയടിച്ചോ? കല്യാണം, വിവാഹം കഴിഞ്ഞു എന്ന് സങ്കല്പിക്കാം. ഭാര്യയുടെ പേര് താടക. വേണോ? മാറ്റണോ? പേര് മാറ്റണോ? മാറ്റാം. നല്ല പേര് പറ. നോക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പറയും. വിവാഹം കഴിഞ്ഞു. ഓക്കെ, ഒരു ചൊവ്വാഴ്ച സന്ധ്യയ്ക്ക് 7 മണിക്ക് ഈ വ്യക്തിയെ പത്നി തല്ലി. ഒരു ചൊവ്വാഴ്ച വൈകിട്ട് 7 മണിക്ക് ഇദ്ദേഹത്തിനെ പത്നി തല്ലി. സ്വാഭാവികമായിട്ടും നമുക്ക് എന്തുണ്ടാകും? ദേഷ്യം ഉണ്ടാകും. തിരിച്ച് തല്ലാൻ തോന്നും, പലതും നമുക്ക് തോന്നും. ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ വിഷമത്തിൻ്റെ കാരണം ആരാണ്? ഇദ്ദേഹത്തിന് ഉണ്ടായ മനപ്രയാസത്തിന്, ദുഃഖത്തിന് കാരണം ആരാണ്? 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 പത്നിയാണ്. റൈറ്റ്? അത് ഒരു കാരണം. പക്ഷേ അത് താൽക്കാലികമായ കാരണം. ശാശ്വതമായ കാരണം എന്ന് വെച്ചാൽ ചൊവ്വാഴ്ച 7 മണിക്ക് അടി കിട്ടണം എന്ന് കർമ്മഫലമാണ്. വീട്ടിലായത് കൊണ്ട് ഭാര്യയുടെ കയ്യിൽ കിട്ടി, അമ്മായിയമ്മ ഉണ്ടെങ്കിൽ അവരെ കയ്യിൽ നിന്ന് കിട്ടും, ഓട്ടോയിലാണെങ്കിൽ ഓട്ടോക്കാരൻ്റെ കയ്യിൽ നിന്ന് കിട്ടും. പക്ഷെ ചുരുക്കത്തിൽ ചൊവ്വാഴ്ച 7:30 മണിക്ക് എന്ത് കിട്ടിയിരിക്കും? അടി കിട്ടി. അത് കർമ്മഫലം. നമ്മളൊക്കെ എന്ത് ചെയ്യും വെച്ചാൽ ആ താൽക്കാലികമായ കാരണത്തിൻ്റെ മീതെ ദേഷ്യപ്പെടും. ശാശ്വതമായ കാരണം എന്താണ്? അന്ന് അങ്ങനെ സംഭവിക്കണം എന്ന കർമ്മഫലമുണ്ട്. താങ്ക് യു. എല്ലാത്തിനും 2 കാരണം. ഒരു കാരണം, എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന വ്യക്തി എൻ്റെ ദുഃഖത്തിന് ഉണ്ടായ ഇമ്മീഡിയറ്റ് കോസ്, അപ്പോഴത്തെ കാരണം. ഇനിയൊന്ന് ശാശ്വതമായ കാരണം. ശാശ്വതമായ കാരണം കർമ്മഫലം. പക്ഷെ നമ്മൾ ആരെടുത്താ പ്രതികരിക്കുക? നമ്മൾ ആരെടുത്താ ദേഷ്യപ്പെടുക? ആ തൊട്ടടുത്തുണ്ടായ ഇമ്മീഡിയറ്റ് കോസ്, അപ്പോഴത്തെ കാരണത്തിൻ്റെ മീതെ നമ്മൾ ദേഷ്യപ്പെടും.
അപ്പോഴത്തെ കാരണത്തിൻ്റെ മീതെ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. അത് കർമ്മഫലമാണ്. ശാശ്വതമായ കാരണത്തിനെ ചിന്തിക്കണം. ഞാൻ പറഞ്ഞത് എന്തെങ്കിലും മനസ്സിലായോ? മനസ്സിലായി. നമ്മൾ ശാശ്വതമായ കാരണത്തിൻ്റെ നേരെയാണോ ദേഷ്യപ്പെടുന്നത്, താൽക്കാലിക കാരണത്തിൻ്റെ നേരെയാണോ ദേഷ്യപ്പെടുന്നത്? നമ്മളെല്ലാം താൽക്കാലികം. ഇവൻ കാരണം എൻ്റെ ജോലി പോയി, ഇവള് കാരണം എൻ്റെ സുഖം പോയി, ഇവൻ ദ്രോഹിച്ചു, അയാൾ എന്നെക്കുറിച്ച് മോശമായി പറഞ്ഞു എന്ന് തൊട്ടടുത്ത് നിൽക്കുന്ന കാരണങ്ങളെ നോക്കി അവരെടുത്ത് നാം പ്രതികരിക്കും. പക്ഷേ ഒരു ആധ്യാത്മിക വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇതെല്ലാം എൻ്റെ കർമ്മഫലമാണ്. അനുഭവിക്കുക. ഇന്നലെ ഞാൻ ചോദിച്ചതുപോലെ, നല്ല സദ്യ കഴിക്കുമ്പോൾ നാവിനെ ഒരു കടി എത്ര പേര് കടിച്ചിട്ടുണ്ട്? നല്ല സദ്യയുടെ ഇടയ്ക്ക് ആരെ കുറ്റം പറയും? വിളമ്പിയ ആളെ കുറ്റം പറയോ? പാചകം ചെയ്തവരെ കുറ്റം പറയോ? ആരെ പറയും? പല്ലും കടിച്ച് മിണ്ടാതെ സഹിക്കുക. അതേപോലെ ചില ദോഷം വരുമ്പോൾ അതിന് നേരിട്ട് കാരണമായ ആൾക്കാരെടുത്ത് ദേഷ്യപ്പെടാതെ, ഇതെൻ്റെ കർമ്മഫലമാണ്, ഈ വ്യക്തി ഇല്ലെങ്കിൽ ഇനിയൊരു വ്യക്തി കാരണം അത് സംഭവിച്ചിരിക്കും. ആരുമേ സ്ഥലം വിട്ടാ ആരുമേ ഇല്ലെങ്കിലും അദ്ദേഹം കാല് തന്നെ വീണെങ്കിലും ആ അടി കിട്ടിയിരിക്കും. ആ സമയത്ത് കിട്ടേണ്ടത് കിട്ടിയിരിക്കും. അപ്പോൾ നമ്മൾ ആരെടുത്ത് ദേഷ്യപ്പെടും? ആരെടുത്ത് ദേഷ്യപ്പെടും? എൻ്റെ കർമ്മഫലമാണെന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കുക. ഇന്ദ്രദ്യുമ്നൻ വിചാരിച്ചു, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, എന്നെ ശപിച്ച ആളും സാധാരണക്കാരനല്ല. അപ്പൊ എന്താ സംഭവിച്ചത്? കർമ്മഫലമായിരിക്കും ഒരു കാരണം. രണ്ടാമത്തെ കാരണം, ഈശ്വരൻ നിശ്ചയിച്ചതായിരിക്കും ഞാൻ ആനയായി ജനിക്കട്ടെ എന്ന്. ഉടനെ ഇന്ദ്രദ്യുമ്നൻ എണീറ്റ് ചെന്നിട്ട് അഗസ്ത്യരുടെ കാൽക്കൽ ശരണം പ്രാപിച്ചിട്ട് പറഞ്ഞു, അങ്ങേപ്പോലെ ഒരു മഹാത്മാ എന്നെ ശപിച്ചത് വെറുതെ ആയിരിക്കില്ല, തീർച്ചയായിട്ടും അതിൽ എന്തെങ്കിലും ഉദ്ദേശം കാണും. ഒന്നെങ്കിൽ എൻ്റെ കർമ്മഫലമായിരിക്കും, അല്ലെങ്കിൽ ഈശ്വര നിശ്ചയമായിരിക്കും. എന്നെ ശപിച്ചതിന് നന്ദി എന്ന് പറഞ്ഞു. ഇപ്പോ നമ്മളെ ഒരാൾ അടിച്ചാൽ നമ്മൾ എന്ത് പറയും? താങ്ക് യു, നല്ല അടിയായിരുന്നു. ഇന്ദ്രദ്യുമ്നൻ ചെന്ന് പറഞ്ഞു അഗസ്ത്യരെടുത്ത്, ശപിച്ചതിന് നന്ദി എന്ന് പറഞ്ഞു. അഗസ്ത്യർ ആലോചിച്ചു, ആദ്യമായിട്ടാ ഒരാൾ ഇങ്ങനെ പറയുന്നത്, അപ്പൊ തീർച്ചയായിട്ടും ഇവൻ മഹാത്മാവായിരിക്കും. ഉടനെ അഗസ്ത്യർ പറഞ്ഞു, ഞാൻ എന്തുകൊണ്ട് ശപിച്ചു എന്ന് എനിക്കറിയില്ല, തീർച്ചയായിട്ടും ഇത് ഈശ്വര വിധാനമായിരിക്കും. പക്ഷെ അങ്ങേപ്പോലെ ഒരു മഹാത്മാ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. എൻ്റെ ശാപം എനിക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല, അങ്ങ് ആനയായിട്ട് തന്നെ ജനിക്കും. പക്ഷെ ആ ജീവിതത്തിൻ്റെ അവസാനം നാരായണൻ സ്വയം വന്ന് കൈപിടിച്ച് അങ്ങയെ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോകും. ഇതിപ്പോ അനുഗ്രഹമാണോ ശാപമാണോ? ഈ ശാപത്തിനെ അനുഗ്രഹമാക്കി മാറ്റിയതാരാ? ഇന്ദ്രദ്യുമ്നന്റെ കാഴ്ചപ്പാട്. ഇന്ദ്രദ്യുമ്നന് പകരം നമ്മളാണ് അവിടെ ഇരുന്നിരുന്നെങ്കിൽ അഗസ്ത്യനെ തിരിച്ചങ്ങോട്ട് ശപിച്ച് ഇല്ലേ? തീയുടെ മീതെ തീ കോരിയിട്ട് മൊത്തത്തിൽ നാശം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴൊക്കെ പരീക്ഷണങ്ങൾ വരുന്നുണ്ടോ, വിഷമം, പ്രയാസം, ഇതെല്ലാം വരുന്നുണ്ടോ, ഒന്ന് ആഴത്തിൽ ചിന്തിക്കണം. ചിന്തിച്ചിട്ട് ആ മൂലകാരണത്തിനെ അന്വേഷിക്കണം. തൊട്ടടുത്ത് അടിച്ച ആളോ വഴക്ക് പറഞ്ഞ ആളോ മോശമായി സംസാരിച്ച് വിമർശിച്ച് അവരെയൊക്കെ വിട്ടേക്കണം. അത് താൽക്കാലികമായ കാരണമാണ്. മൂലകാരണത്തിനെ അന്വേഷിക്കണം. എന്താണ്? എൻ്റെ കർമ്മഫലം. മനപ്പരം കാരണമാമനന്തി സംസാര ചക്രം പരിവർത്തയേദ്യത് ന ഗ്രഹകർമ്മകാലാഹ. ഉദ്ധവരെടുത്ത് ഭഗവാൻ പറയുന്നു 11-ാം സ്കന്ധത്തിൽ, ഉദ്ധവരെ, അങ്ങയുടെ ദോഷത്തിന്, അങ്ങയുടെ വിഷമത്തിന് ന ഗ്രഹങ്ങളെ പഴിചൊല്ലരുത്, കർമ്മ കാലാഹ ഇതൊന്നിനെയും പഴിച്ചൊല്ലരുത്, മനപ്പരം കാരണമാമനന്തി, നിന്റെ മനസ്സാ ഇതിൻ്റെയൊക്കെ കാരണം. ഈ ഒരു പാഠം ഗജേന്ദ്രൻ മനസ്സിലാക്കി. അപ്പൊ നമുക്കും വിഷമം വരുമ്പോൾ മൂലകാരണം അന്വേഷിക്കണം. തൊട്ടടുത്ത് നിൽക്കുന്നവരെ ഒന്നും പ്രതികരിക്കാൻ പോകരുത്. ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി ഗോവിന്ദ ജയ ജയ ഗോവിന്ദ
ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി ഗോവിന്ദ ജയ ജയ ഗോവിന്ദ ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി ഗോവിന്ദ ജയ ജയ ഗോവിന്ദ ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി ഗോവിന്ദ ജയ ജയ ഗോവിന്ദ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ Krishna Krishna Hare 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 Ram 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 Hare Hare Krishna Krishna Hare 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 Ram 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 Hare Hare Krishna Krishna Hare 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 Rama 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 Hare 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 Krishna Srimad Bhagavatam ki പിന്നെ ഗജേന്ദ്രൻ 10,000 ആനകളുടെ ശക്തിയോടെ ഭൂമിയിൽ ജനിച്ചു. അത് കാരണം ഈ ആനയെ ചുറ്റിയും 100 കണക്കില് പെണ്ണാനകൾ എപ്പോഴും പ്രശംസിച്ചുകൊണ്ടേയിരിക്കും. അവരെ വശീകരിക്കാൻ ഗജേന്ദ്രന്റെ അഹങ്കാരം വർദ്ധിച്ച് ഒരുപാട് ദോഷങ്ങൾ ഗജേന്ദ്രൻ ഉണ്ടാക്കി. ഇത് ഈ ലോകത്തിൻ്റെ ഒരു നിയമമാണ്. വലിയ കായിക താരം, സിനിമാ നക്ഷത്രം, വലിയ നേതാക്കന്മാർ വരുമ്പോൾ നമ്മൾ ഓടിച്ചെന്ന് കൂടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കും. ആരെങ്കിലും ഒരു ഭിക്ഷക്കാരനെ കണ്ടിട്ട് ഒരു ഫോട്ടോ വന്ന് കൂടെ നിൽക്കോ? ഭിക്ഷക്കാരൻ്റെ കൂടെ ആരെങ്കിലും ഫോട്ടോ എടുക്കോ? ഈ പരാജയപ്പെടുന്നവർ ഈ ലോകത്തിൽ ആർക്കും വേണ്ട. നമ്മുടെ കയ്യിൽ പൈസയില്ല, സ്ഥാനമാനമില്ല, അധികാരമില്ലെങ്കിൽ ക്രമേണ നമ്മുടെ മൂല്യവും കുറയും. അതാണ് ഈ ലോകത്തിൻ്റെ കാഴ്ചപ്പാട്. ഉയർന്നവർ, വിജയിച്ചവർ, അവർ മാത്രം മതി. ദരിദ്രർ, പാവപ്പെട്ടവർ, പരാജയപ്പെട്ടവർ ആർക്കും വേണ്ട. അതുകൊണ്ട് പലപ്പോഴും ആൾക്കാർ എല്ലാവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി ആ ഒരു തലത്തിൽ തന്നെ നിൽക്കാൻ ശ്രമിക്കും. അത് മനുഷ്യരായാലും മൃഗങ്ങളായാലും കുഞ്ഞുങ്ങളായാലും ആ സൈക്കോളജി, ആ ഒരു മനതത്വം, മനസിദ്ധാന്തമുണ്ട്. ഇപ്പൊ വലിയവർ 2-3 പേര് സംസാരിച്ചുകൊണ്ടിരിക്കുക, അത് 1 വയസ്സ് പോലായിട്ടുണ്ടാവില്ല. അതിന് ഒന്നും അറിഞ്ഞൂട. അതിനെ കണ്ടില്ല, കുഞ്ഞിനെ ചിരിപ്പിച്ചില്ല, കളിപ്പിച്ചില്ലെങ്കിൽ വെറുതെ കരയും. വലിയവർ വേറെ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തിനാ എന്നെ എടുക്ക്, എൻ്റെ അടുത്ത് കളിക്ക്. ആ കുഞ്ഞ് ആവശ്യപ്പെടുകയാണ്.
എൻ്റെ കൂടെ. അവർ മാത്രം കയ്യിലെടുത്ത കരച്ചിൽ നിൽക്കും. അതേപോലെ അച്ഛൻ്റെ ചെരുപ്പിട്ട് നടക്കാൻ അങ്ങനത്തെ കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ടോ? അവരെ ചെരുപ്പിടൂല. അച്ഛൻ്റെ ചെരുപ്പ് കപ്പൽ പോലെ ഇരിക്കും, അതിനകത്ത് കാലിട്ടിട്ട് തല കുത്തനെ വീഴും. എന്തിനാ? അവർ വലിയവർ എന്നെ ലോകം അംഗീകരിക്കണം. നമ്മൾ വീടുകളിൽ തന്നെ കാണാറുണ്ട് അല്ലേ? ഭാര്യമാർ ഭർത്താവിൻ്റെ അടുത്ത് എന്നും ഉണ്ടാക്കുന്ന അതേ പപ്പടവും അവിയലോ. എങ്ങനെയുണ്ട് അദ്ദേഹം? നന്നായിട്ടുണ്ട്. അതൊന്ന് ചിരിച്ചിട്ട് പറയൂ, ഓ എല്ലാം നന്നായിട്ടുണ്ട്. അംഗീകാരം വേണം. നമ്മൾ ചെയ്യുന്നതേ മറ്റുള്ളവർ അംഗീകരിക്കണം, കൊള്ളാവെന്ന് പറയണം. ഞാൻ ചെയ്തത് മറ്റുള്ളവർ ശ്രദ്ധിക്കണം. ഈ ഒരു ത്വര, ഈ ഒരു വാസന കുഞ്ഞുങ്ങൾ മുതൽ എല്ലാവർക്കും ഇതുണ്ട്. ഇതിനെ വിജയിച്ചു കഴിഞ്ഞാൽ അമാനീന മാനദേന കീർത്തനീയ സദാഹരി, പ്രപഞ്ചത്തിലുള്ള എല്ലാവരെയും ഞാൻ ബഹുമാനിക്കും, പക്ഷെ ഇങ്ങോട്ട് ഒന്നും പ്രതീക്ഷിക്കുകയില്ല. ഇത് ആധ്യാത്മിക വ്യക്തിയുടെ ചിന്ത. ഭൗതികവാദിയുടെ ചിന്ത, ഞാൻ ആർക്കും ഒന്നും ചെയ്യില്ല, പക്ഷെ എല്ലാവരും ഇങ്ങോട്ട് ചെയ്തോളണം. ഭൗതികവാദിയുടെ ചിന്ത. പക്ഷെ ആധ്യാത്മികവാദി ഈ ബോധത്തോടാണ് നാമം ജപിക്കണമെങ്കിൽ ഭഗവാൻ പെട്ടെന്ന് തന്നെ പ്രസന്നനാകും അവരെടുത്ത്. ഇവിടെ ഗജേന്ദ്രൻ 10,000 ആനകളുടെ ശക്തിയാണ്. അത് കാരണം ഗജേന്ദ്രൻ നടക്കുമ്പോൾ, കുളിക്കാൻ പോകുന്ന സമയത്ത് കാട്ടിലിങ്ങനെ വരുമ്പോൾ 100 കണക്കിൽ പെണ്ണാനകൾ ഈ ഗജേന്ദ്രൻ എന്ത് ചെയ്താലും പ്രശംസിക്കും. നമുക്കെല്ലാവർക്കും 2 തരം സുഹൃത്തുക്കളുണ്ട്. ബോറടിക്കുന്ന, ഉറക്കം വരുന്ന, ഉറപ്പാണല്ലോ. യോഗ എക്സസൈസ് എന്തെങ്കിലും വേണോ? എവിടെ നിർത്തി? 2 തരം സുഹൃത്തുക്കൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഒന്ന് കണ്ണാടിയെ പോലെ, ഇനിയൊന്ന് നിഴലിനെ പോലെ. ഈ നിഴൽ എപ്പോഴും കൂടെ തന്നെ കാണും. നിഴലില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? എല്ലാവർക്കും നിഴലുണ്ട്. ശരി, ഭഗവാന് നിഴലില്ല. നമുക്കെല്ലാവർക്കും നിഴലുണ്ട്. ആരെങ്കിലും ഞാൻ ദൈവമാണെന്ന് പറഞ്ഞാൽ ആദ്യം നിഴലുണ്ടോ എന്ന് നോക്കണം. ദൈവത്തിന് നിഴലില്ല, മനുഷ്യർക്ക് നിഴലുണ്ട്. ഒരു തരം കൂട്ടുകാർ നിഴലെ പോലെ, ഇനിയൊരു തരം കൂട്ടുകാർ കണ്ണാടിയെ പോലെ. ഈ നിഴലെ പോലെയുള്ള കൂട്ടുകാരെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് പൊട്ടത്തരം ചെയ്താലും, മണ്ടത്തരം ഗംഭീരമായിരുന്നു കേട്ടോ, നന്നായിരുന്നു, ഓ താനൊരു സംഭവമാണ് അല്ലേതോ, എല്ലാം പ്രശംസിച്ചുകൊണ്ടേയിരിക്കും. കണ്ണാടിയെ പോലത്തെ കൂട്ടുകാർ എന്ത് നല്ലത് ചെയ്താലും അത് ശരിയായി, നീ നശിപ്പിച്ചു, എല്ലാം കുറ്റം പറയും. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഗുണം ചെയ്യുന്നത് കണ്ണാടിയാണോ നിഴലാണോ? നമുക്ക് ഗുണം ചെയ്യുന്നവർ കണ്ണാടിയാണോ നിഴലാണോ? കണ്ണാടി. നമുക്ക് ഇഷ്ടം കണ്ണാടിയാണോ നിഴലാണോ? കണ്ണാടിയാ ഇഷ്ടം. കൂടെ പ്രശംസിക്കുന്നവരാ. ചിലപ്പോൾ ജീവിതത്തിൽ ദോഷവും നല്ലതിനാണ്. വെറുതെ വാരി വലിച്ച് കഴിച്ചോണ്ടേയിരിക്കും. ആയുർവേദം പറയുന്നു, ഒരു ദിവസം ഒരു നേരം കഴിക്കുന്നവൻ യോഗിയത്രേ, 2 നേരം കഴിക്കുന്നവൻ ഭോഗിയത്രേ, സുഖലോലുപൻ, 3 നേരം കഴിക്കുന്നവൻ രോഗി, 4 ദ്രോഹി, അവൻ അടുത്തവൻ്റെയും കൂടെ എടുത്ത് കഴിക്കുക. 5, 6 ലിസ്റ്റിലേ ഇല്ല. 1 നേരം കഴിച്ചാൽ യോഗി, 2 ഭോഗി, 3 രോഗി, 4 ദ്രോഹി. നമ്മുടെ കൂട്ടത്തിൽ യോഗിമാർ എത്ര പേരുണ്ട്? ഒന്നുപോലും ഇല്ല. ശരി, ഭോഗി കുറച്ച് ആൾക്കാർ. അത് പിന്നെ ഡോക്ടർ കഴിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഭോഗി. രോഗി ഇല്ല, ദ്രോഹി. അപ്പോ ഗജേന്ദ്രൻ പെണ്ണാനകളെ ഇത് ചെയ്യാനായിട്ട് ഇങ്ങനെ കാട് വഴിയെ ചെന്ന് മരങ്ങളെ പിഴുതിടുകയും അതെല്ലാം ചെയ്ത് ഒരു ദിവസം മാനസരോവര തടാകത്തിൽ ഇറങ്ങി. കാരണം ഈ ഗജേന്ദ്രൻ എന്ത് ചെയ്താലും ഈ പെണ്ണാനകൾ കൂടെ നിന്ന് പ്രശംസിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അവരെ ഇത് ചെയ്യാൻ വേണ്ടി വെറുതെ ആ തടാകം മുഴുവനും നശിപ്പിച്ച്, ആ സമയത്ത് അതിനകത്ത് ഹൂഹു എന്ന ഗന്ധർവൻ, അദ്ദേഹം ഒരു ഗന്ധർവൻ, ആ ശാപം കാരണം മുതലയായി, അത് ചെന്ന് ആനയെ പിടിച്ചു.
100 ദേവവർഷമാണ് ഇവരെ തമ്മിൽ യുദ്ധം നടക്കുന്നത്. എത്ര ദിവസം? 100 മനുഷ്യവർഷമല്ല, 100 ദേവവർഷം. ഗജേന്ദ്രനും മുതലയും തമ്മിൽ പിടിയും വലിയുമായി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഓരോ പെണ്ണാനയായിട്ട് വിട്ടു. നമുക്ക് കഷ്ടപ്പാട് വരുമ്പോൾ ഈ കൂട്ടുകാരെല്ലാം കുറച്ച് കഴിയുമ്പോൾ എന്താവും? ആരുമേ കാണൂല. വീട് വരെ ഉറവ് കേട്ടിട്ടുണ്ടോ പാട്ട്? വീതി വരെ മനൈവി, കാട് വരെ പിള്ളൈ. അതെല്ലാം കറക്റ്റാ തെരിയും. ഒറ്റപ്പെട്ടാൽ, ദുഃഖിതനായാൽ, പരീക്ഷണത്തിലും പ്രയാസങ്ങളിലും വീണുപോയാൽ പിന്നെ ആൾക്കാർ, അപ്പോഴാണ് എൻ്റെ ആത്മബലം എന്നെ രക്ഷിക്കുന്നത്. ചരിത്രത്തിൽ ഒരു കഥയുണ്ട്. ഇന്ത്യയെ ഒരു പാർസി രാജാവ് 18 തവണ ആക്രമിച്ചു. ഹിസ്റ്ററിയിൽ എവിടെയെങ്കിലും പഠിച്ച ഓർമ്മയുണ്ട? ഒരു രാജാവ് 18 തവണ ഭാരതത്തിനെ ആക്രമിച്ചു മോഷ്ടിച്ചുകൊണ്ട് പോയി. ഹിസ്റ്ററിയിൽ വല്ല സ്കൂളിൽ പോയില്ലേ? ഗസ്നി കേട്ടിട്ടില്ലേ? മുഹമ്മദ് ഗസ്നി പാർസി 18 പ്രാവശ്യം ഭാരതത്തിനെ ആക്രമിച്ച് ഓരോ തവണയും സ്വർണവും നവരത്നങ്ങളും മോഷ്ടിച്ചുകൊണ്ട് പോയി. ആ ഗസ്നി പറഞ്ഞത് അദ്ദേഹത്തിന് എവിടെ ഇരുന്നാ ഈ ഒരു മനോബലം കിട്ടിയത്? വീണ്ടും 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 ചെയ്യാൻ. ഒരു തവണ സൈന്യ ശത്രുക്കളുടെ കയ്യിൽ കുടുങ്ങിപ്പോയി ഓടി രക്ഷപ്പെട്ടു. ആനയ്ക്ക് വേണ്ടി വെട്ടി വെച്ചിരുന്ന കുഴിക്കകത്ത് ഈ രാജാവ് വന്ന് വീണു. വെളിയിൽ പോകാൻ പറ്റില്ല. വെളിയിൽ എണീറ്റ് പോയാൽ ആൾക്കാർ പിടിക്കും. ഒളിച്ചിരുന്നു, ദിവസങ്ങളോളം ഒളിച്ചിരുന്നപ്പോൾ ഒരു ചെലന്തി വല കെട്ടുന്നത് കണ്ടു. ചെലന്തി പതുക്കെ വന്ന് വല പിന്നും. ചെറിയ കാറ്റും ആ വലയെല്ലാം കീറിപ്പോവും. ചെലന്തി നിലത്ത് വീഴും. വീണ്ടും ചെലന്തി മേലെ കയറി വല വീണു. ഒരു കാറ്റ് കീറിപ്പോവും, താഴെ. അങ്ങനെ സന്ധ്യ വരെ ഈ ചെലന്തി കെട്ടും കീറും. അവസാനം കെട്ടി വലിയ വല പിന്നി നടുക്ക് കയറി. പിന്നെ ജോലിയൊന്നുമില്ല. ഏതെങ്കിലും ജീവികൾ പറന്നു വരും, അതിൽ പറ്റും, ഒട്ടിപ്പിടിക്കും. ഇത് സുഖമായിട്ട് പോയി അതിനെ പിടിച്ച് തിന്നോളൂ. പിന്നെ ജോലി ഒന്നുമില്ല. ശ്രമിച്ചു, വീണ്ടും ശ്രമിച്ചു. അതിലിരുന്ന് ഒരു ധൈര്യം കിട്ടി. ആർക്ക്? ഗസ്നി. ഇന്ത്യയെ മോഷ്ടിച്ചു. എന്തായാലും തെറ്റായി ഉപയോഗിച്ചു, അത് വേറെ കാര്യം. അപ്പോൾ ആത്മബലം വളരെ അത്യാവശ്യം. കാരണം ജീവിതത്തിൽ നമ്മൾ വിജയിക്കുന്നത് വരെ നമ്മളെ കൂടെ പണം, പേര്, പ്രശംസ എല്ലാം ഉള്ളതുവരെ ആൾക്കാർ കാണും. ഇതിൽ ഓരോന്നും നഷ്ടപ്പെടുമ്പോൾ പിന്നെ ആരും കാണില്ല. എൻ്റെ മനോബലമായിരിക്കും എന്നെ സംരക്ഷിക്കുന്നത്. ആ മനോബലം എപ്പോഴുണ്ടാകും? നിരന്തരം മന്ത്രം ഉരുവിട്ടുകൊണ്ടിരിക്കുന്നവർക്ക് മനോബലം ഉണ്ടാകും. ജിമ്മിൽ പോയി 10 ബസ്കി അടിച്ചാൽ മനോബലം ഉണ്ടാകില്ല. മനോബലം, മനസ്സിന്റെ ബലം എപ്പോൾ ഉണ്ടാകും? ത്രായത്തെ ഇതി മനഃ. ത്രായത്തെ വെച്ചാൽ താഴെയുള്ള സാധനത്തിനെ ഉദ്ധരിക്കുക, അഴുക്കിലുള്ളതിനെ ഉദ്ധരിക്കുക. താഴെ വീണ് അതപ്പതിച്ചു പോയ മനസ്സിനെ ഉദ്ധരിക്കുന്ന ഒരു പ്രക്രിയയാണ് എന്ത്? മന്ത്ര. ദിവസവും 10 മിനിറ്റ് 15 മിനിറ്റ് മന്ത്രം ഉരുവിടുന്നവർക്ക് മനസ്സ് ധൈര്യമായിരിക്കും. അവർക്ക് പിന്നെ ഒന്നിൻ്റെയും ആവശ്യമില്ല. മനോബലം കൊണ്ട് തന്നെ ജീവിച്ചോളും. 2 തവള. ഒരു തവളയുടെ പേര് പെസിമിസ്റ്റിക് തവള, ഒരു തവളയുടെ പേര് ഓപ്റ്റിമിസ്റ്റിക് തവള. മലയാളത്തിൽ എങ്ങനെ പറയും? ഓപ്റ്റിമിസ്റ്റിക് ശുഭാപ്തി വിശ്വാസം, പെസിമിസ്റ്റിക് അതിൻ്റെ ഓപ്പോസിറ്റ്. ശുഭാപ്തി വിശ്വാസത്തിൻ്റെ ഓപ്പോസിറ്റ് അതില്ലായ്മ. ഈ ചിലരൊക്കെ ഇല്ലേ, നാളെ ആവട്ടെ, കുഞ്ഞെ പഠിക്കൂ, തിങ്കളാഴ്ച തൊട്ട് പഠിക്കും, ഇതൊന്ന് ചെയ്തിട്ട് ആരുമില്ലേ, ഞാൻ തന്നെ ഇങ്ങനെയൊക്കെ ചിലരില്ലേ, എല്ലാം മടിച്ച്. ഈ 2 തവളകളും ഒരു ദിവസം ഇങ്ങനെ ചുറ്റി നടന്നു. ഒരു വീട്ടിനകത്ത് കയറി. ആ വീട്ടിൽ ഒരു തൈര് വെച്ചിരുന്ന കലം അവിടെ ചാടി, ഇവിടെ ചാടി, അവിടെ ചാടി, ഇവിടെ ചാടി. അവസാനം ഈ തൈര് വെച്ചിരുന്ന കലത്തിൻ്റെ പുറത്ത് ചാടി 2 തവളയും സ്ലിപ്പായി അകത്ത്. അപ്പൊ ശുഭാപ്തി വിശ്വാസ തവള പറയാ, പേടിക്കണ്ട കേട്ടോ, പേടിക്കണ്ട, കൈ കാലൊക്കെ ഇട്ട് അടുക്കി, അതിൻ്റെ ഇടയ്ക്ക് എങ്ങനെയെങ്കിലും നമുക്ക് രക്ഷപ്പെടാം. തൈര് വീണ് ചാവണമെന്നാണ് എൻ്റെ കാര്യം. അവസാനം ഈ ഒരു ഗതി വന്നല്ലോ. ഏത്? 2ാമത്തെ തവള. ആദ്യത്തെ നീ അങ്ങനെ മനസ്സ് തളരല്ലേ, ശ്രമിക്ക്, മുന്നോട്ട് പോകാം, മേലെ വരാം, ശ്രമിക്ക്, പരിശ്രമിക്ക്. പോയും തൈര് വീണ് ചാവേണ്ട ഗതികേട്.
ഇങ്ങനെയുള്ളവരെ ലോകത്ത് കാണുന്നുണ്ടോ? ചിലപ്പോൾ നമ്മുടെ വീട്ടിലും കാണും. കുറെ കഴിഞ്ഞപ്പോൾ ഈ തവള ഒന്നും ചെയ്യാതെ ഇങ്ങനെ പരാതി മുങ്ങി ചത്തു. മറ്റേ തവള തൈരിനെ അടിച്ച് മണിക്കൂറുകളോളം അടിച്ചപ്പോൾ തൈരിലിരുന്ന് ഒരു പന്ത് ഉരുണ്ട് വന്നു. എന്ത് പന്താ? വെണ്ണ. ടിങ് 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 ചാടി പത്തു അല്ലേ? അപ്പൊ ആ തവള രക്ഷപ്പെടാനുള്ള ധൈര്യം മനസ്സിൽ നിന്ന് കിട്ടിയോ, മസിൽ നിന്ന് കിട്ടിയോ? മനസ്സ്. മനോബലമുണ്ടെങ്കിൽ വലിയ ഭീകരമായ പരീക്ഷണങ്ങളെ പോലും എളുപ്പം അതിജീവിക്കാൻ പറ്റും. മനോബലമില്ലെങ്കിൽ നിസാര കാര്യങ്ങൾക്കെല്ലാം ജീവിതത്തിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. നമ്മൾ ഏത് തവളയെ പോലെയാണ്? 2 തവളയുടെ കാര്യം പറഞ്ഞു. ശുഭാബ്ദി വിശ്വാസ തവളയെ പോലെയാണോ മറ്റേ തവളയെ പോലെയാണോ നമ്മൾ? ശുഭാബ്ദി വിശ്വാസം. ഓ ഇവിടെ ഉള്ളവർക്ക് ഭാഗവതം വേണ്ട, എല്ലാം തികഞ്ഞവരാണ്. പക്ഷെ മറ്റേ തവളയെ പോലെയും അനേകം ആൾക്കാരുണ്ട്. ഗജേന്ദ്രൻ ഏകനായി ഒറ്റയ്ക്കായി എല്ലാവരും പോയി 100 ദേവവർഷം യുദ്ധം മുതലയോട്. ഗജേന്ദ്രൻ തളർന്നു. അല്പം ഗജേന്ദ്രന്റെ നാഡീ നരമ്പുകളെല്ലാം തളർന്നു. ചുറ്റിയും പരസഹായമില്ല, സുഹൃത്തുക്കളില്ല, ബന്ധുക്കളില്ല, ഒറ്റപ്പെട്ടു പോയി. പതുക്കെ കണ്ണുകൾ ഇരുണ്ടു വരാൻ തുടങ്ങി, തൊണ്ട വരണ്ടു പോകാൻ, ബോധക്ഷയം വരുന്ന ഒരവസ്ഥ. ഇനി പരാജയപ്പെട്ടു പോകും, ഗതിയില്ല. ആരെ വിശ്വസിക്കും? എനിക്ക് ഒരു ഗതിയും ഇല്ല എന്ന് വന്നപ്പോൾ പൂർവജന്മത്തിൽ ചെയ്ത തപസ്യ ഗജേന്ദ്രന് ഓർമ്മയിൽ വന്നു. ഞാൻ ചോദിച്ചു, ജീവികളിലെ വെച്ച് അധികകാലം ജീവിക്കുന്ന ജീവി ഏതാ? ആനയാണ്. ആമ. ഓർമ്മശക്തി കൂടുതലുള്ളത് ഓർത്തു, മുൻപത്തെ ജന്മം. അപ്പൊ എനിക്ക് ഭഗവാൻ മാത്രമേ ഗതിയുള്ളൂ, വേറെ ആരും ഇല്ല. മാതാച പിതാ ത്വമേവ ബന്ധൂച സഖാ ത്വമേവ വിദ്യാച ദ്രവിണം ത്വമേവ സർവം മമ ദേവദേവ. എൻ്റെ അമ്മയും അച്ഛനും അങ്ങാണ്, ഗുരുവും സർവസ്വവും അങ്ങാണ്, വിദ്യയും ദ്രവ്യങ്ങളും അങ്ങാണ് എന്ന് ശരണം പ്രാപിച്ച് ആ തടാകത്തിലുണ്ടായിരുന്ന ഒരു താമര പുഷ്പത്തിനെ എടുത്ത് ഓ ആദിമൂലമേ എന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞു. ഭഗവാൻ എന്നെ എപ്പോൾ വിളിക്കൂ എന്ന് പറഞ്ഞ് കാത്തിരുന്നാണ്. ടിങ് റെഡിയായിട്ട് വന്നു. ഭാഗവതം പറയുന്നു, 8 കൈയുള്ള ശ്രീഹരി ഗരുഡന്റെ പുറത്ത് നിന്ന് വരുമായിരുന്നു. നമ്മൾ കാറിൽ ഇരുന്ന് യാത്ര ചെയ്യോ, നിന്ന് യാത്ര ചെയ്യോ? ഇല്ലേ? ഭഗവാൻ ഗരുഡന്റെ പുറത്ത് ഇരുന്ന് യാത്ര ചെയ്യോ, നിന്ന് യാത്ര ചെയ്യോ? ഇരുന്ന്. പക്ഷെ അന്ന് ഗജേന്ദ്രനെ രക്ഷിക്കാൻ അത്ര ഒരു ഉത്സാഹം. എൻ്റെ ഭക്തനെ ഞാൻ രക്ഷിക്കാൻ പോകുന്നു, അവൻ്റെ ഒരു വിളിക്ക് വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്. 8 കൈയുള്ള ശ്രീഹരി ഗരുഡന്റെ പുറത്ത് നിന്ന് ആ ഓ ആദിമൂലമേ എന്ന് താമര പുഷ്പം എറിഞ്ഞ് അടുത്ത ക്ഷണം ഭഗവാൻ വന്നു. ആദ്യം ആർക്കാ മോക്ഷം കൊടുത്തത്? ഗജേന്ദ്രനല്ല, മുതലയ്ക്ക്. എന്തുകൊണ്ടാ? ഗജേന്ദ്രന്റെ കാല് പിടിച്ചത് കൊണ്ട്. അതുകൊണ്ട് ആരുടെയെങ്കിലും കാല് പിടിച്ച് വലിച്ചിടണമെങ്കിൽ ഭക്തന്മാരുടെ കാല് പിടിച്ച് വലിക്കുക. ആദ്യം മുതലയ്ക്ക് മോക്ഷം, രണ്ടാമത്തത് ഗജേന്ദ്രന് മോക്ഷം. ജയ ജയ ഭാഗവത ദേവാ, ജയ ജയ ഭാഗവത, ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ, ജയ ജയ ഭാഗവത ദേവാ, ജയ ജയ ഭാഗവത.